Hello, good afternoon. Welcome to Learning. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലാം മീറ്റർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. What is the primary function of a clamp meter? ഒരു ക്ലാമ്പ് മീറ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ക്ലാമ്പ് മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കറന്റിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലാമ്പ് മീറ്റർ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ക്ലാമ്പ് മീറ്റർ ഈസ് ടു മെഷർ ദി കറന്റ് വാല്യൂ. ഓക്കെ, പക്ഷെ നമുക്ക് ചില ക്ലാമ്പ് മീറ്റർ യൂസ് ചെയ്ത് നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്താൻ പറ്റും. പക്ഷെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ വാല്യൂ ഓഫ് കറന്റ് വാല്യൂ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാമ്പ് meter use ചെയ്യുന്നത്. Okay, option C ആണ് right answer. Which feature of clamp meter is used to measure the inrush current of motors or inductive loads? ഒരു ഇൻഡക്റ്റീവ് ലോഡ്സിലെയോ അല്ലെങ്കിൽ കറന്റ് മോട്ടോറുകളിൽ ഉണ്ടാകുന്ന ഇൻറഷ് കറന്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി മോഡ്, കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഇൻറഷ് കറന്റ് മോഡ്, ട്രൂ RMS മോഡ്. നമുക്കറിയാം ഓപ്ഷൻ സി തന്നെയാണ് റൈറ്റ് ആൻസർ. ഇൻറഷ് കറന്റ് മോഡ് ആണ് നമ്മൾ ആ ഒരു മോട്ടറിലോ അതല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് ലോഡിലോ ഉണ്ടാകുന്ന ഇൻറഷ് കറന്റ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, what does term true RMS mean in the context of clamp meter? clamp meterൽ RMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? റൂട്ട് മീൻ സ്ക്വയർ ആണ് അല്ലെ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. ട്രൂ RMS ആണ് നമുക്ക് പറയുന്നത് അല്ലെ. ക്ലാമ്പ് മീറ്റർ നമുക്ക് ഒരു അക്യുറേറ്റ് മെഷർമെന്റ് ആണ് AC കറന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നോൺ സൈനസോയിഡൽ വേവ്ഫോംസോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ RMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. What should be done to ensure accurate measurement when using a clamp meter? ഒരു ക്ലാമ്പ് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു അക്യുറേറ്റ് മെഷർമെന്റിന് വേണ്ടി നമ്മൾ എന്ത് കാര്യമാണ് എൻഷുർ ചെയ്യേണ്ടത് അല്ലെ. നമുക്ക് എന്താണ് ഹൈയസ്റ്റ് കറന്റ് റേഞ്ച് അവൈലബിൾ, അതല്ല. എൻഷുർ ജോസ് ഓഫ് ദ ക്ലാമ്പ് മീറ്റർ ആർ ഫുള്ളി എൻക്ലോസ്ഡ് അറൌണ്ട് ദ കണ്ടക്ടർ അല്ലെ. നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഒരു മാക്സിമം അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ജോസ് നമുക്കറിയാം അല്ലെ. നമുക്ക് ആ ഒരു റാഷ് ഷേപ്പിൽ വരുന്ന ആ ഒരു ജോസിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കണ്ടക്ടറിൽ റൊട്ടേറ്റ് ചെയ്ത് ഫുള്ളി എൻക്ലോസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് ആ ഒരു കണ്ടക്ടറിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യുകയും കറന്റ് ഫ്ലോ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ തന്നിരിക്കുന്നത്. What does the max min function on a clamp meter do? ഒരു ക്ലാമ്പ് മീറ്ററിൽ മാക്സ് മിൻ ഫംഗ്ഷൻ ഉണ്ട്. അത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ അതുപോലെ തന്നെ മിനിമം വാല്യൂ ഓഫ് കറന്റ് മെഷർ ചെയ്യുന്നതിനാണ് മാക്സ് മിൻ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ടു മെഷർ ദ മാക്സിമം ആൻഡ് മിനിമം കറന്റ് വാല്യൂസ് ഇൻ എ ക്ലാമ്പ് മീറ്റർ. ഓക്കെ, കറന്റ് വാല്യൂയുടെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. What is the primary use of inrush current measurement feature in a clamp meter? ഒരു ക്ലാമ്പ് മീറ്ററിൽ ഉണ്ടാകുന്ന ഇൻറഷ് കറന്റ് മെഷർമെന്റിന്റെ പ്രൈമറി യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇൻറഷ് കറന്റ് വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു മോട്ടറിന്റെ ഇനിഷ്യൽ സർജ് ഓഫ് കറന്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസസ്, മോട്ടർ, ഇൻഡക്റ്റീവ് ലോഡ്, അവിടെയൊക്കെയാണ് നമുക്ക് ആ ഒരു ഇൻറഷ് കറന്റ് വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ ആയിട്ട് വരുന്ന സർജ് കറന്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻറഷ് കറന്റ് മോഡ് നമുക്കതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what is the primary measurement unit displayed on clamp meter when measuring current? കറന്റ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ട് കാണിക്കുന്ന യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ആംപിയേഴ്സ് ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ പ്രൈമറി യൂണിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു കറന്റ് മെഷർ ചെയ്യുമ്പോൾ കാണിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആംപിയേഴ്സ് ആണ്. ഓക്കെ, which feature of clamp meter allows for checking continuity of a circuit? ഒരു സർക്യൂട്ടിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് ക്ലാമ്പ് മീറ്റർ അലോ ചെയ്യുന്ന ഫീച്ചർ എന്താണ്? വോൾട്ടേജ് മോഡ്, കറന്റ് മോഡ്, കണ്ടിന്യൂറ്റി ടെസ്റ്റ് മോഡ്, റെസിസ്റ്റൻസ് മോഡ്. നമുക്കറിയാം കണ്ടിന്യൂറ്റി ടെസ്റ്റ് മോഡാണ് നമുക്ക് ആ ഒരു സർക്യൂട്ടിന്റെ കണ്ടിന്യൂറ്റി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്കിംഗ് ചെയ്യുന്നതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് മോഡ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ക്ലാമ്പ് മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.